സോ നമ്മൾ PT ഓഫ് റോഡേഴ്സിൻ്റെ അടുത്തൊരു ഫണ്ട് ഡ്രൈവായിട്ട് വന്നേക്കുവാണ്. ഏകദേശം ഒരു 6 വണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു വണ്ടി കൂടെ വരാനുണ്ട്. ഒരു വണ്ടി കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോകുന്നതായിരിക്കും. നമ്മളിപ്പോൾ റാന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. വന്നതിൽ ഒരു വണ്ടി ജോയിൻ ചെയ്യുന്നില്ല, അവർ തിരിച്ചു പോവുകയാണേ. അങ്ങേറ്റത്ത് കിടക്കുന്ന പജീറോ, റെഡ് പജീറോ. സോ ഒരു വണ്ടിയും കൂടെ എരുമേലിയിൽ നിന്നുണ്ടാവും. പുള്ളി അവിടെ വെയിറ്റിംഗ് ആണ് അവർ. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോകും, എരുമേലിക്ക് പോകാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നമ്മളങ്ങനെ ആസ് യൂഷ്വൽ ഫില്ല് ചെയ്യുന്ന പെട്രോൾ പമ്പിൽ ഡീസൽ അടിക്കാൻ കയറിയാണ്. അങ്ങനെ നമ്മൾ പമ്പിൽ കയറിയിട്ട് എല്ലാ വണ്ടിയും ലൈനപ്പ് ചെയ്തേക്കും കേട്ടോ. 1 2 3 4 5 6 ഇതുവരെ എക്സാക്ട് നമുക്ക് നമ്പർ കിട്ടിയിട്ടില്ല. ഒരു വണ്ടി ഇവിടെ ജോയിൻ ചെയ്യാനുണ്ട്. ഇതിലൊരു വണ്ടി പോവില്ല, അറിയില്ല. എന്തായാലും നോക്കാം. അവനോട് പോർട്രേറ്റ് വീഡിയോ എടുക്കാൻ പറഞ്ഞോളാം. വീഡിയോ എടുക്കുന്ന അവനോട് പറഞ്ഞാൽ മതി. നിന്റെ ആ ഫോണൊന്ന് ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ട് അവനൊന്ന് കൊടുക്കാവോ? ഒരു 10 മിനിറ്റത്തേക്ക്. നമ്മളേ മുണ്ടക്കയൊക്കെ കഴിഞ്ഞ് ഏന്താറൊക്കെ കഴിഞ്ഞ് നമ്മൾ ബൈ റൂട്ട് പിടിച്ചു. അവിടെ വെള്ളച്ചാട്ടം കാണുന്നുണ്ടേ. ഇവിടെ എവിടെ നോക്കിയാലും വെള്ളച്ചാട്ടം കേട്ടോ. അത് കിടിലൻ ഒരു വെള്ളച്ചാട്ടം. അത് നമ്മുടെ ക്രൂ ഇവിടെ ഉണ്ട്, എല്ലാ വണ്ടിയും ഇവിടെ ഉണ്ട്. കാണിച്ചു തരാം എത്ര വണ്ടിയാണ് ഉള്ളതെന്ന്. ഇതുവരെ നമ്മൾ എണ്ണിയിട്ടില്ല. 6 വണ്ടിയാണെന്ന് തോന്നുന്നു. ആ വണ്ടി നമ്മുടെ വണ്ടി ഒന്ന് ഓവർ ഹീറ്റ് ആയി. അപ്പം തണുക്കാൻ വേണ്ടി നിർത്തിയേക്കുക. നമ്മൾ അടിവാരത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണേ. അപ്പം ബാഗിൽ ഒരു 3 വണ്ടി മിസ്സായി. നമ്മൾ ഫ്രണ്ടിൽ 4 വണ്ടി ഉണ്ട്. നെക്സോൺ നമ്മുടെ അല്ല. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് സൈഡ് ഒതുക്കിയേക്കാണ്. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട് സൈഡിൽ കൂടെ. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ല ആഴമാണ്. ആ സൈഡിലൊക്കെ നല്ല പച്ച കളർ വെള്ളം. നമ്മുടെ എല്ലാ മെമ്പേഴ്സും ഉണ്ട്. ശ്യാമൻ ചേട്ടൻ വന്നു. സാഗറിനെ ഇവിടെ കാണാനുണ്ട്. സാഗർജി. നമ്മളീ പോകുന്ന വഴി ഒരു പേരമരം കണ്ട് ജീപ്പിന്റെ മണ്ടയിൽ കയറിയിട്ട് പേരക്കെല്ലാം പറിച്ചോണ്ടിരിക്കുക. എനിക്ക് കിട്ടിയ പൊട്ട കേട്ടോ. അമ്മരെല്ലാം പേരക്ക കഴിച്ചോണ്ടിരിക്കുക. ചുമ്മാ കളയുക. അണ വേണ്ട ഇങ്ങനെ കാണാ. ചുമ്മാ കളയുവാണോ? താഴത്ത് കിടിലം വെള്ളച്ചാട്ടം. ഇതുവരെ കർണാടകക്കാരാണ് കേട്ടോ. ഇവരെ നെക്സോണേ വന്നേ. നമ്മൾ കോട്ടത്താവളം ട്രെയിൽസിൻ്റെ അവിടെ എത്തിയേക്കാണ്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ കോട്ടത്താവളം എത്തിയേക്കാണേ. കോട്ടത്താവളം എടാ നിന്റെ ചന്തി ഒന്ന് വരികയും. കോട്ടത്താവളം നമ്മൾ കോട്ടത്താവളം ട്രെയിൽസ് അടിക്കാൻ പോകാം. കണ്ടോ നമ്മൾ കോട്ടത്താവളം ട്രെയിൽസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടേ ആ വഴി കൂടെ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ വണ്ടിയുണ്ട്. തൊട്ട് ബാക്കിൽ കുറേ വണ്ടിയൊക്കെ ഉണ്ട്. നമ്മുടെ പയ്യൻ ജക്കൻ മൂവ് ഡോൺ ആണെന്നാ മൂട്ടേഷ് പറയുന്നത്. അവന് ടർബോ വേണം പോലെ. ടർബോ അങ്ങോട്ട് പോരാ. ഞാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ മലയിൽ കൂടെ കയറിയേ. ഈ ആഴ്ച നമ്മൾ ഈ മലയിൽ കൂടെ കയറാൻ പോവാം. നമ്മൾ കോട്ടത്താവളം ട്രെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ വരെ എത്തി. ഇവിടെ നിന്നാണ് ട്രെയിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചുറ്റുമുള്ളം പോയതാ ചാമോനെണ്ണ. എല്ലാ വണ്ടി ഇവിടെ ലൈനപ്പായിട്ടുണ്ട് കേട്ടോ.
ഇച്ചിരി ഒന്ന് മാറ്റി നിർത്തിക്കും. അങ്ങനെ നിർത്തിക്കും, എന്ത് കുഴപ്പമില്ല. ആ പോട്ടെ. അളിയാ, കോട്ടത്താവളം ട്രയൽസ് ഇത്രയും കയറിയത് നിന്റെ എന്താ അഭിപ്രായം? എന്താ എക്സ്ട്രീം ട്രാക്ക്, ഒരു രക്ഷയില്ല. ഇനി എക്സ്ട്രീം കിടക്കുന്നേ ഉള്ളൂ വെച്ചാനേ. നമ്മളെ ട്രെയിൽസ് അങ്ങോട്ട് കയറി കയറി ഇരിക്കും കേട്ടോ. ടാസ്ക് ആയി വരുന്നതേ ഉള്ളൂ. അത് മാറ്റാം. നമുക്ക് ഈ വഴി വാഗോണ്ട് ഇറങ്ങാൻ പറ്റുമോ? അല്ല എന്നാലും ചോദിച്ചാ അതേ വഴി വെട്ടിയെടുത്ത് കയറാൻ ചാൻസ് കുറവാണ്. മറ്റേ ഇങ്ങനെ നിൽക്കുന്നതാണോ? ആ പോകാം. ഇതിനെ കണ്ടിന്യൂ വീഡിയോ എടുക്കാൻ. എങ്ങനെയുണ്ട്? സെറ്റല്ലയോ? സ്ട്രഗിൾ ചെയ്യുവാണേ. ഇവിടെ കയറ്റി എടുത്ത് കാണിച്ചാനേ. നമ്മളങ്ങനെ കുറേ നാൾക്ക് ശേഷം കണ്ടുപിടിച്ച് എത്തിയ ഒരു വെള്ളച്ചാട്ടമാണ്. ഇത് കുറേ നാളായിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. ഇവിടെ എല്ലാം വെള്ളച്ചാട്ടമാണ്. ആ സൈഡ് ഫുള്ള് വെള്ളച്ചാട്ടമാണ്. നോക്കി, ഒരു വലിയ വെള്ളച്ചാട്ടം മേടിയുന്നുണ്ട്. അത് ഒരു ഇൻഫിനിറ്റി, നാച്ചുറൽ ഇൻഫിനിറ്റി പൂളാണ് അതിൻ്റെ മേളിൽ. നമ്മളിപ്പോൾ മേളിൽ 3 വണ്ടി എത്തിയിട്ടുള്ളൂ. ബാക്കി കുറച്ച് വണ്ടികൾ താഴെയാണേ. അപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക അവിടുന്ന്. ഭയങ്കര ടാസ്ക്കാണ്. നല്ല ടാസ്ക് പിടിച്ച് ഓഫ് റോഡാണ്. ഇത്രയും പേരുണ്ട്.
ഇത്രയും വണ്ടിയുണ്ട്. അതിൻ്റെ തൊട്ട് ബൈക്ക് വെള്ളച്ചാട്ടം. കട്ടിങ്ങ ബൈക്ക് പോയിട്ട് അടിച്ചു കയറ്റും. ഞാൻ പറഞ്ഞൂടെ വണ്ടി തോന്നുന്നത് താഴ്ത്തിട്ടില്ലേ, ജസ്റ്റ് ട്രാക്കൊന്ന് നടന്നു കാണാൻ വന്നാ. ഇതിലേക്ക് കയറി പോകുന്നറിയണമല്ലോ. ഇവിടെ വലിയ കല്ലൊക്കെ ഉണ്ട്. എന്താടാ ആ വെള്ളം വീഴുന്ന രീതിയില്ല, അതിലെ ജീപ്പ് പോകുന്നില്ലെന്ന് തോന്നുന്നു. മുമ്പേ കുറച്ച് ബൈക്ക് വേസ് വന്നു, അവന്മാർ പറഞ്ഞു അതിലെ പോകുന്നുണ്ട്. നമ്മളെന്തായാലും നടന്നൊന്ന് പോയി നോക്കുക. ഇതുണ്ട്, ഇവിടെ റോഡില്ല. കോട്ടത്താവളം എക്സ്ട്രീം ട്രയൽസ് വഴി പകുതിയോളം ഇടിഞ്ഞു പോയിട്ടുണ്ട്. മഴയത്തെല്ലാം ഒലിച്ചു പോയി. സോ ഇത്രേ സ്പേസേ ഉള്ളൂ. ഇതിലെ 4 വീല് പോകത്തില്ല. ബൈക്ക് വന്നാലും ടാസ്കാ, വമ്പൻ ടാസ്കാ. സോ നമ്മൾ ഈ ട്രാക്ക് വിടുവാണ്. അടുത്ത ട്രാക്ക് കയറി നേരെ കോലാലമേട് കുരിശുമല അടിക്കാൻ പോവാം. ഞങ്ങളെ അപ്പം വണ്ടി ഇവിടം വരെ കൊണ്ടുവന്നുള്ളൂ. എന്നിട്ട് നമ്മളിവിടെ തിരിക്കുക. ചെയ്യാനുള്ള സ്പേസ് ഒന്നുമില്ല, ഒരു വണ്ടി കഷ്ടിച്ച് നിർത്താനുള്ള സ്പേസ് ഉള്ളൂ. നോക്കട്ടെ എന്തായാലും. ആ പോട്ടെ ഇച്ചിരി പോട്ടെ. ആ അവിടെ മതി. വേണ്ട ഇനി പോകണ്ട. ഇത് ആ സൈഡിലോട്ടാണോ വീതി കൂടുതൽ? നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് വേറൊരു ട്രാക്ക് പിടിക്കാൻ വേണ്ടി പോവാം. ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അതിനുണ്ട് നമ്മുടെ വണ്ടിക്ക് ഇതുപോലെ സംഭവം തെറ്റി വരുന്നുണ്ട്. വരും ഇപ്പം നമ്മളപ്പം കോട്ടത്താവളം കയറി ഇറങ്ങി തിരിച്ച് ഇവിടെ എത്തിയേക്കുവാണേ. പുതിയൊരു ട്രെയിൽ കയറാൻ പോകാം കേട്ടോ. പുതിയല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ കയറിയ ട്രെയിൽ നമ്മൾ ജീപ്പും കൊണ്ട് കയറാൻ പോവാം. നമ്മളങ്ങനെ ഈ ട്രയൽ 3ാമത്തെ പ്രാവശ്യം വന്നേക്കുവാണ്. 3ാമത്തെ പ്രാവശ്യം നമ്മൾ നമ്മുടെ ടീമിനെ കൊണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ടീംസ് എല്ലാം ഉണ്ട്. എൻ്റെ പജിരൊക്കെ എടുത്ത് പൊങ്ങി ചാടുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവിടെ ആയിരുന്നു മറ്റേ മരം മുറി നടന്നത്. അതൊക്കെ മാറ്റി കേട്ടോ. മഹീന്ദ്രയുടെ റോറിങ് ഏൽപ്പിച്ചു തരാം. റോറിങ് മഹീന്ദ്ര CJ 500 DI ആട്ടോ. വണ്ടി നൈസായിട്ട് വണ്ടിക്ക് ചെറിയ പണി കിട്ടി. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, നോക്കിക്കൊണ്ടിരിക്കുക.
ഓ എൻ്റെ പൊന്നെ, പോസ്റ്റുകൾ സർവ്വസ്വാഭാവികം. അത്രേ ഉള്ളൂ. പ്രാവശ്യം ഫുൾ ടൂളോടെ നമ്മൾ ഇറങ്ങിയത്. നമ്മൾ ഈ വണ്ടിയുടെ ബാറ്ററി അടിച്ച് നോക്കില്ലയോ? ഇത് അഴിച്ച് ജമ്പർ അടിക്കാം, അല്ലെങ്കിൽ നേരെ കൊണ്ട് കുത്തി വെച്ചാൽ മതി. പൊന്നു വെച്ചാനേ, ഈ മല 3ാമത്തെ പ്രാവശ്യം നടന്നു കയറുന്നേ. പജീറോ സ്റ്റാർട്ട് ആവുന്നില്ല. നമ്മൾ ജീപ്പിൻ്റെ ബാറ്ററി ജമ്പ് ചെയ്യാൻ നോക്കി, സ്റ്റാർട്ടാവുന്നില്ല. ഞാനാണെങ്കിൽ ഓൾറെഡി സി ചെയ്ങ്ങ് കയറ്റിയായിരുന്നു. അപ്പോൾ ഇത് റിവേഴ്സ് എടുത്തിട്ട് അവിടെ ഇതിൻ്റെ ബാറ്ററി കണക്ട് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ വണ്ടി കണക്ഷൻ കൊടുത്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കണക്റ്റുക ഗൂയിസ്. നമ്മളെ വണ്ടി താഴെ ഇറങ്ങി വന്നിട്ടേ ജമ്പ് അടിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ ഈ വണ്ടിയിൽ നിന്ന് കണക്ട് ചെയ്യുക. നമ്മൾ ഈ വണ്ടിയുടെ ബാറ്ററി എടുത്തിട്ട് നമ്മൾ ജമ്പ് അടിക്കാൻ പോവാം. അല്ലാതെ നോക്കിയിട്ട് സ്റ്റാർട്ടായില്ല. നമ്മൾ ഓഫ് റോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്കാവിടെ കഴിച്ചോടാ പോകുന്നത്. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. സമയം കാണിച്ചു തരാം. 3 മണിയായി. ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞണ്ടല്ലോ പൊട്ടണ്ട. ബജീറോ വന്നോ പോരെ പോരെ പോരെ. നമ്മളൊരു ടാസ്ക് പെട്ടു കേട്ടോ. അവിടെ ആ ഫ്രണ്ടിൽ കിടന്ന് സീറ്റ് കയറുന്നില്ല. 2 വണ്ടി ഓൾറെഡി മേടി കയറ്റി. ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് അന്ന് ഇവിടം വരെ വന്നത്. എന്നിട്ട് ഞാൻ ജീവനം കൊണ്ട് ഓടി. മതി കളിയാ, മതി മതി മതി. താഴെ മുട്ടം കൊക്കെ കേട്ടോ. താഴോട്ട് പോയി കഴിഞ്ഞാൽ പോയി തീർന്നു. നമ്മളെ അന്ന് പോക്ക് മൂക്ക് കൂത്താൻ പോയ മറ്റേ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി. വണ്ടിയെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടി ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ ഈ വണ്ടി ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കയറി ടോപ്പിൽ ഓൾമോസ്റ്റ് എത്താറായി കേട്ടോ.
ഇവിടെയൊക്കെ ഭയങ്കര ചീവീടിൻ്റെ ഉച്ചയും. വണ്ടി ഓഫ് ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടിയുടെ ബാറ്ററി എടുത്ത് ബാക്കിൽ നിന്ന് പജീറോയ്ക്ക് കൊടുത്തേക്കുക. പജീറോയ്ക്ക് അതിൻ്റെ ബാറ്ററിയാണ് ഡൗൺ ആയത്. അപ്പോൾ ഭയങ്കര ചീവീടിൻ്റെ നോയ്സ് ഒക്കെയാണ് ഇവിടെ. രസമുണ്ട്. ഇനിയും സീജയുടെ റോറിങ് സൗണ്ട് എത്തിച്ചേരാം. That's CJ. നമ്മളങ്ങനെ വന്ന് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പിന്നെ എത്തിയേക്കുവാണേ. അർജുന അതേ ഫ്രണ്ട് നടന്നു പോകണേ. എന്താ പറയാ മണ്ടിട്ട് സൈഡിൽ പോകും. നിരപ്പണ്ട് കേട്ടില്ല. ഷോട്ടാണ്. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് അതിനുവേണ്ടി വെയിറ്റിംഗ്. 25 മിനിറ്റ്സാണ് അവർ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഈ ബ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.